ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചൊറിയുമ്പോഴും നമ്മൾ എവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഥ പറയുക എന്ന് പറയുന്നത് വലിയൊരു പരിപാടിയൊന്നും അല്ല എന്നെല്ലാവരും പറയും, പക്ഷേ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കാരണം ഈ കഥ പറയുമ്പോൾ എത്ര പേർക്ക് അത് ഇഷ്ടമാവും, എത്ര പേർക്ക് ഇഷ്ടമാവില്ല എന്ന് എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം രീതി തന്നെയാണ്. കാരണം എൻ്റെ സ്റ്റോറി ടെല്ലിങ് സ്കില്ലൊന്ന് ഹൈ ആക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്താ തീരുമാനിച്ചൊരു കാര്യമാണ്. കാര്യം ഞാൻ ഒറ്റയ്ക്ക് കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവർ അതിനെ അതിൻ്റെ കുറവുകൾ പറയുക, ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ മാറ്റേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പരിപാടി ആ സാധനം എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. കഥ പറയാനേക്കാൾ മുമ്പ് ഞാൻ ഷോ ഓഫിനെ കുറിച്ച് പറയാം. എനിക്ക് ഈ കണ്ണടയുടെ ആവശ്യമില്ല, ഇത് പ്ലെയിങ് ഗ്ലാസ്സാണ്. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ അണ്ണനൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതർവൈസ് ഈ കണ്ണടയുടെ ആവശ്യം എനിക്കില്ല. സോ നമുക്ക് കഥ തുടങ്ങാം. ഞാൻ ഒരു സ്ത്രീയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, സിമ്പിളായിട്ട് വേറൊരു രീതി പറയാം. ഞാൻ കഥ പറയാൻ പോകുന്നത് അതും കറക്റ്റ് ശരിയാവില്ല, കറക്റ്റായ രീതിയിൽ ഞാൻ തുടങ്ങും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ, അവർക്കൊരു കുഞ്ഞുകുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞുകുട്ടിയെ എന്നും പാലൊക്കെ കൊടുത്ത് നമ്മുടെ തൊട്ടിൽ കയറ്റി ഇങ്ങനെ കിടത്തി ഉറക്കും. ഉറക്കിയതിന് ശേഷം ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ കഥ എഴുതാൻ പോകും. ഇവർ ഓരോ ദിവസവും ഓരോ കഥ എഴുതും. ഒരു 2 days 3 days അല്ലെങ്കിൽ ഒരു 1 week അതൊക്കെ എടുത്തിട്ട് അവർ ആ കഥ അങ്ങ് എഴുതി തീർക്കും. ഈ കഥ എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു ടൈം പീരീഡിൽ കുട്ടി കൊണ്ടുവന്നാൽ ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കും. അതിന് ശേഷമാണ് സ്റ്റോറിയിലേക്ക് ഇവർ കുറച്ചുകൂടി ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ജോലികൾക്കും തീർത്താണ്. ഇവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി. ഒരു ശൈത്യകാലമാണത്, തണുത്തുറഞ്ഞ കാലം, മറ്റേ മഞ്ഞ് വീഴ്ചയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ പട്ടിണി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ആഹാരം കഴിച്ചുകൊണ്ടാണ് ഇവരുടെ കഥ എഴുത്തും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അങ്ങനെ ഇവരുടെ ആദ്യത്തെ കഥ എഴുതി ഇവർ നേരെ ഒരു പബ്ലിഷേഴ്സിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ സ്റ്റോറിയുമായിട്ട് കൊണ്ടുപോയി. ആ സ്റ്റോറി ഈ പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്തു. മറ്റൊരു നല്ലൊരു സ്റ്റോറിയായിട്ട് വരാൻ പറഞ്ഞു. അത് വീണ്ടും ഇവർ എഴുതി തുടങ്ങുകയാണ്. അടുത്ത കഥ ഇവർ എഴുതി എൻ്റെ ആവുമ്പോഴേക്കും കുട്ടി കരയും. എന്നുവെച്ചാൽ ട്വിസ്റ്റ് വരുമ്പോഴേക്കും കുട്ടി കരയാൻ തുടങ്ങും. നമ്മളിങ്ങനെ എഴുതി ടിസ്റ്റ് കുറച്ച് കരച്ചിൽ. അപ്പോൾ അവിടെ പോയി കുട്ടീനെ ഇത് എഴുതിട്ട് വരേണ്ടി വരും. കുട്ടീനെ ഉറക്കണം. എന്നിട്ട് വീണ്ടും വരുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ തന്നെ കുട്ടി കരയും, ടിസ്റ്റ് പോവും, കുട്ടി കരയും, ടിസ്റ്റ് പോവും. പക്ഷേ ഒരു പ്രാവശ്യം അവർ കറക്റ്റായി ടിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പുറകെ തന്നെ കുട്ടി കരഞ്ഞു. കുട്ടിക്ക് പാൽ കൊടുത്തു. കുട്ടീനെ വീണ്ടും നോക്കി കടത്തി ഉറക്കി വീണ്ടും പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഇവർ 7 കഥകൾ റിജക്റ്റ് ചെയ്തു. 8ാമത് കഥ എഴുതായിരുന്നു. അന്ന് ആ ടൈം ആകുമ്പോഴേക്കും കുട്ടി കുറച്ചുകൂടി വലുതായിരുന്നു. അപ്പോൾ 8ാമത്തെ കഥ സാധാരണ രീതിയിൽ നമ്മുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ വലിയ ആളുകളുടെ കഥ അല്ലെങ്കിൽ റിയലിസം കുറഞ്ഞ കഥ ഒക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. റിയലിസ്റ്റിക്കായ കഥകൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം റിയലിസ്റ്റിക്കായ കഥകളാണ് ഇതിൽ. പക്ഷേ ഈ വട്ടം അവർ ഫാൻറ്റസി എഴുതാൻ തീരുമാനിച്ചു. കാരണം എപ്പോഴും എഴുതുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫാൻറ്റസി എലമെൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് എഴുതാൻ തീരുമാനിച്ചു. ഇവർ എഴുതാൻ തുടങ്ങി. ഇവരുടെ എഴുത്ത് അവർ തന്നെ അറിയാതെ തന്നെ ഭയങ്കര രസമായി. ഇവർ തന്നെ രസിക്കാൻ തുടങ്ങി ഈ കഥ എഴുതുമ്പോൾ. കാരണം എന്തൊക്കെയാ, പറക്കണു, ഇരിക്കണു, മത്സരിക്കണു, ഡ്രാഗൺസ് വരുന്നു, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് അവരുടെ ആ നോവലിലേക്ക് ആഡായി വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾ എത്ര രസിക്കുന്നു അതുപോലെ തന്നെ ഇവരും രസിച്ച് ഈ കഥ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കഥ നേരെ എഴുതിക്കൊണ്ട് പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്തു. വീണ്ടും റിജക്ഷൻ. പക്ഷേ ഇവർ തോറ്റുകൊടുത്തില്ല. കാരണം ഈ കഥയിൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ബാക്കിയുള്ള കഥ പോലെ ആയിരുന്നില്ല. അവർ വീണ്ടും ഈ കഥയുമായിട്ട് അടുത്ത പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് നിന്നും അവർ റിജക്റ്റ് ചെയ്തു. അങ്ങനെ പല 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 പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് അവരെല്ലാവരും റിജക്റ്റ് ചെയ്തു. ഒരു പബ്ലിഷേഴ്സ് ആ നോവൽ വായിച്ചു. അതായത് നമ്മൾ ഒരു കഥയായിട്ടോ മറ്റടുത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറയാൻ പറയും. പക്ഷേ രത്നച്ചുരുക്കം പറയുമ്പോൾ അത് വർക്കാവില്ല. ഈ നോവൽ ഫുള്ള് വായിച്ചാൽ മാത്രമാണ് ഈ സാധനം എന്താണ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് എന്താണ്. കാരണം ഒരാളുടെ കഥ പറയുന്ന സ്കില്ലോ അല്ലെങ്കിൽ അവരെഴുതുന്ന രത്നച്ചുരുക്കോ ആ കഥേനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റീഡേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ ഭയങ്കര പാടായിരിക്കും. സാധനത്തിൻ്റെ ഹൈ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സാധനം ഫുള്ളായിട്ട് വായിക്കണം. ആ പബ്ലിഷേഴ്സ് അത് ഫുള്ള് വായിച്ചു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കി. സോ അവർ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവർ ഭയങ്കര സന്തോഷമായി. ഇവർ വീട്ടിലെത്തി. ഒരുപാട് വൈകാതെ തന്നെ ആ ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്ക് കുട്ടികളും അതിനുശേഷം വലിയവരും ഏറ്റെടുത്തു. അതിനുശേഷം ആ ബുക്കിനെ ആസ്പദമാക്കി ഒരുപാട് സിനിമകൾ വന്നു. 7ഓളം പാർട്ടുകളുള്ള ഒരു സിനിമ സീരീസ് തന്നെ വന്നു. ആ ബുക്കിൻ്റെ പേര് ഹാരി പോട്ടർ. ആ റൈറ്ററുടെ പേര് J.K. റോളിംഗ്.
ഈ കഥ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ കഥ എൻ്റെ അടുത്ത് മറ്റൊരാൾ പറഞ്ഞതാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ കഥ മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് എൻ്റെതായ രീതിയിൽ ഈ കഥ എങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ പറഞ്ഞതാണ്. ശരിക്കും ഇതാണോ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കഥ. ഇതിൽ ഒരു 60-70% സത്യമാണ്. അത് ആ ഒരു കഥ രീതി സത്യമാണ്. പിന്നെ കുറേയൊക്കെ എൻ്റെ കുറച്ച് മുളകും ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ തിരിച്ചിരിച്ച് പറഞ്ഞു എന്നുള്ളൂ. അതിൽ എത്ര % സത്യം, എത്ര % നോണ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മൊത്തം പൊട്ടത്തരാണോ, അതെല്ലാം നിങ്ങൾക്ക് പറയാം. പക്ഷേ ഞാൻ കഥ പറയുന്നത് എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ദെൻ